സങ്കീർത്തനങ്ങൾ 3. അപകടത്തിൽ ആശ്രയം. കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു. ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവെ, എഴുന്നേൽക്കണമേ. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങ് എൻ്റെ ശത്രുക്കളുടെ ചെകിട്ട് തടിച്ചു, ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു. വിമോചനം കർത്താവിൽ നിന്നാണ്. അവിടുത്തെ അനുഗ്രഹം ഞങ്ങളുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എന്ന ബോധ്യത്തോടുകൂടി എപ്പോഴും അങ്ങയെ മാത്രം ഉച്ചത്തിൽ നിലവിളിച്ചപേക്ഷിച്ചുകൊണ്ട്, കർത്താവെ, അങ്ങയുടെ മടിത്തട്ടിൽ ആയിരുന്നു കൊണ്ട് ശാന്തമായി ഉറങ്ങുവാനും ഉണർന്നെഴുന്നേൽക്കുവാനുമുള്ള കൃപ നൽകി എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഞാനെപ്പോഴും കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയേകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.